Very good morning to all. So today we'll be discussing about antifungal drugs. As the name suggests, antifungal drugs they are used in order to treat fungal infections. The major classification of antifungal drugs are antibiotics like amphotericin B, nystatin, hamycin, natamycin, and griseofulvin. Antimetabolite agents like flucytosine, azoles, which can be imidazole and triazole. Imidazoles are clotrimazole, econazole, miconazole, oxyconazole. Triazoles are fluconazole, itraconazole, voriconazole. Allyl amine derivatives like terbinafine and other topical agents like tolnafate, uracilic acid, benzoic acid, salicylic acid, selenium sulfide, and cyclopyroxolamine. So these are the different antifungal drugs. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ മസ്റ്റായിട്ടും പഠിക്കണം. പിന്നെ ഇതിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ് ആംഫോടെറിസിൻ ബിയും അതുപോലെ തന്നെ നമ്മളുടെ ഇമിഡസോളും ട്രൈയസോളും അല്ലെങ്കിൽ അസോൾസ്. Based on the site of action, the drugs can be classified as those acting on the cell membrane, which are polyenes and azoles, those acting on the nucleus, which are griseofulvin and fluocytin, and those acting on the fungal cell wall, which are pneumocandidins. Coming to the main drug in this category, which is amphotericin B. Amphotericin B it is a polyene antibiotic with wide fungal spectrum, and it is obtained from the organism Streptomyces nodosus. So the amphotericin B എന്ന് പറയുന്നത് ഒരു polyene antibiotic ആണ്. It has got wide spectrum antifungal agent. Polyenes they possess a microcyclic ring. One side is lipophilic while the other side is hydrophilic. ഇതാണ് ഈ ആംഫോടെറിസിൻ ബിൻ്റെ പ്രത്യേകത. ഇതൊരു പോളിയീൻ ആൻറ്റിബയോട്ടിക് ആണ്. പോളിയീൻ എന്ന് പറയുന്നത് ഒരു മാക്രോസൈക്ലിക് റിംഗ് ആണ്. ഈ റിങ്ങിൻ്റെ ഒരു സൈഡ് ലിപ്പോഫിലിക്കും ഒരു സൈഡ് ഹൈഡ്രോഫിലിക്കും ആണ്. Now let's see about the mechanism of action. Polyenes they are having high affinity for ergosterol, which is present in the fungal cell wall membrane. It combines with it and gets inserted into the cell membrane. So ഇവിടെ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പോളിയീൻ ആൻറ്റിബയോട്ടിക്സിന് എർഗോസ്റ്റിറോളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ല അഫിനിറ്റി ഉണ്ട് എർഗോസ്റ്റിറോളുമായിട്ട്. അപ്പോൾ ഇത് എർഗോസ്റ്റിറോളുമായിട്ട് കമ്പൈൻ ചെയ്യും. എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത് ഫംഗൽ സെൽ വാളിൻ്റെ ഒരു മേജർ കമ്പോണൻ്റ് ആണ്. അങ്ങനെ എർഗോസ്റ്റിറോളിൻ്റെ ഒപ്പം ഇത് ഫംഗൽ സെൽ വാളിൽ കയറിപ്പറ്റും. അതിനുശേഷം ഇതെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെവറൽ പോളിയീൻ മോളിക്യൂൾസ് ദേ ഓറിയൻറ്റ് ടുഗെദർ ടു ഫോം എ മൈക്രോപോർ. അതിൻ്റെ ഉള്ളിൽ ചെന്ന ശേഷം ഇവരൊക്കെ കൂടെ അല്ലെങ്കിൽ പോളിയീൻ മോളിക്യൂൾസ് ഒക്കെ കൂടെ ഒരു മീറ്റിംഗ് പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ പരസ്പരം ഒന്ന് ഓറിയൻറ്റ് ചെയ്ത് ഒരു വലിയ മൈക്രോപോറ് ഈ ഫംഗൽ സെൽ വാളിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കും. ഈ പോർ എങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the hydrophilic side that forms the interior of the ball, while lipophilic form the outer surface thereby stabilizing it. അപ്പോൾ സെൽ വാളിൻ്റെ ഉള്ളിൽ ഒരു പോർ ഉണ്ടാകുമ്പോൾ എന്താ പറ്റുക? The cell permeability is markedly increased. The cell contents will leak outside and it results in the fungal cell wall death. ക്ലിയർ ആയില്ലേ? എന്താ സംഭവിക്കുക? പോളിയീൻ ആൻറ്റിബയോട്ടിക്സ് അവർക്ക് എർഗോസ്റ്റിറോളിനോട് ഹൈ അഫിനിറ്റി ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ എർഗോസ്റ്റിറോളുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഫംഗൽ സെൽ വാളിൻ്റെ ഉള്ളിൽ കയറും. ഫംഗൽ സെൽ വാളിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഇവർ തനി നിറം കാണിക്കും. ഈ പോളിയീൻ മോളിക്യൂൾസ് ഒക്കെ കൂടെ ഒന്ന് ഓറിയൻറ്റ് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു വലിയ മൈക്രോപോറായിട്ട് മാറും. ഈ മൈക്രോപോറിൻ്റെ ഉള്ള എന്ന് പറയുന്നത് ലിപ്പോഫിലിക്കും ഔട്ട്സൈഡ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക്കും
ഔട്ട്സൈഡ് എന്ന് പറയുന്നത് ലിപ്പോഫിലിക്കും ആയിരിക്കും. അങ്ങനെ ഈ പോറ് ഫോം ചെയ്യുന്ന കാരണം സെല്ലിൻ്റെ കണ്ടൻസ് ഒക്കെ വെളിയിലേക്ക് ലീക്ക് ഔട്ടായി അങ്ങനെ ഫംഗൽ സെൽ വാൾ ഡെത്ത് സംഭവിക്കും. The antifungal spectrum, it is active against a wide range of yeast and fungi. It inhibits Candida albicans, Histoplasma capsulatum, Cryptococcus neoformatus, Blastomyces dermatidis. ഈ എല്ലാ പേരുകളും പഠിക്കേണ്ട. ഇറ്റ് ഈസ് ആക്റ്റീവ് അഗെയിൻസ്റ്റ് വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിസംസ്, ഈസ്റ്റ് ആൻഡ് ഫംഗൈ, ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് എ വൈഡ് സ്പെക്ട്രം ഓഫ് ആൻറ്റി ഫംഗൽ ആക്ടിവിറ്റി. ഇത്രയൊക്കെ അറിഞ്ഞാൽ മതിയാവും. It is also active against various species of Leishmania. It is fungicidal at high concentration while fungistatic at low concentration. Coming to the pharmacokinetics, it is not absorbed orally. അതുകൊണ്ട് ഇത് ഓറൽ ഡ്രഗ് ആയിട്ടല്ല കൊടുക്കുന്നത്, പാരൻട്രൽ ഡ്രഗ് ആയിട്ടാണ്. It is given only for intestinal candidiasis. It is well distributed in the body. CSF penetration is poor. So body widely distributed ആണെങ്കിലും blood brain barrier ഇത് ക്രോസ് ചെയ്യില്ല. It binds to sterols in the tissue and lipoproteins in the plasma. അപ്പോൾ ഇത് ടിഷ്യൂസിലെ സ്റ്റീറോൾസുമായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റോർ ആവും. അതുപോലെ തന്നെ നമ്മളുടെ പ്ലാസ്മയിലെ ലിപ്പോപ്രോട്ടീൻസിലും ഇത് അറ്റാച്ച് ആവും. അതുകൊണ്ട് തന്നെ it is long acting. It stays in the body for long time. പ്ലാസ്മ ഹാഫ് ലൈഫ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്മ ഹാഫ് ലൈഫ് ഈ ഡ്രഗിനാണ്, വിച്ച് ഇസ് 15 days. ഇത് മെറ്റബോളൈസ് ആവുന്നത് ലിവറിലാണ്. ദാറ്റ് ഈസ് അബൌട്ട് 60%. എക്സ്ക്രീഷൻ ഇസ് ത്രൂ യൂറിൻ ആൻഡ് ബൈൽ. സോ ഇവിടെ ഓർത്തിരിക്കുന്ന കാര്യം, ഓറലി കൊടുക്കാൻ പറ്റില്ല, പാരൻട്രൽ ആയിട്ട് മാത്രമാണ് കൊടുക്കുക. വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യില്ല. ഇത് സ്റ്റീറോയിഡ്സുമായിട്ട് അറ്റാച്ച് ചെയ്യും, ലിപ്പോപ്രോട്ടീൻസുമായിട്ട് അറ്റാച്ച് ചെയ്യും. അതുകൊണ്ട് ഭയങ്കര വലിയ പ്ലാസ്മ ഹാഫ് ലൈഫ് ആയിരിക്കും, വിച്ച് ഇസ് 15 days. മെറ്റബോളൈസ് ആവുന്നത് ലിവറിൽ, എക്സ്ക്രീറ്റ് ആവുന്നത് യൂറിനിലും ബൈലിലും. Adverse effects. So we'll see what happens due to an acute adverse effect. So it occurs with each infusion due to cytokine release. ഈ ഒരു ഡ്രഗ് കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡി ഈ ഡ്രഗിനെതിരെ സൈറ്റോകൈൻസ് റിലീസ് ആക്കും. ആൻഡ് ഈ സൈറ്റോകൈൻസ് നമ്മൾക്കറിയാം അലർജിക് റിയാക്ഷന് മീഡിയേറ്റേഴ്സ് ആണ്. അത് കാരണം ദർ ക്യാൻ ബി സം അൺവാണ്ടഡ് ഫീലിങ്സ് വിത്തിൻ ദ ബോഡി. അതാണ് ഈ അക്യൂട്ട് റിയാക്ഷൻ ആയിട്ട് കാണിക്കുന്നത്. സോ ദിസ് ലാസ്റ്റ് ഫോർ 2 to 5 hours. ഒരു ഇഞ്ചക്ഷൻ എടുത്ത് 2 to 5 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിംറ്റംസ് ലൈക്ക് ചിൽസ്, ഫീവർ, aches, pain all over the body, nausea and vomiting. Intensity is reduced by continuous medicine. അപ്പോൾ ആദ്യത്തെ ഡോസ് എടുക്കുമ്പോൾ കൂടുതലായിരിക്കും, അങ്ങനെ പതിയെ പതിയെ കുറഞ്ഞ് വരും. അപ്പോൾ ഈ അക്യൂട്ട് റിയാക്ഷൻ ഒഴിവാക്കാനായിട്ട് ആംഫോടെറിസിൻ ബി പാരൻട്രൽ ആയിട്ട് ആർക്ക് കൊടുത്താലും നമ്മൾ അതിന് മുമ്പേ പ്രീ മെഡിക്കേഷൻ കൊടുക്കും. അവിലും ഹൈഡ്രോകോർട്ടിസോണുമാണ് പ്രീ മെഡിക്കേഷനായിട്ട് കൊടുക്കുക. അവിൽ എന്ന് പറയുന്നത് അലർജീനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള മെഡിക്കേഷനും ഹൈഡ്രോകോർട്ടിസോൺ എന്ന് പറയുന്നത് ഒരു കോർട്ടിക്കോസ്റ്റീറോയിഡുമാണ്. ഹൈഡ്രോകോർട്ടിസോണിൻ്റെ ഡോസ് 0.6 mg/kg ആണ് കൊടുക്കുക. സോ ഇതാണ് acute adverse reaction. It occurs with each infusion, lasts for 2 to 5 minutes. സൈറ്റോകൈൻസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇതിനെ തടയാൻ പ്രീ മെഡിക്കേഷൻ ആയിട്ട് അവിലും ഹൈഡ്രോകോർട്ടിസോണും കൊടുക്കണം. Now coming to long-term toxicity. The long-term toxicity include nephrotoxicity, and it is characterized by azotemia, reduced GFR, hypokalemia, inability to concentrate urine, and this reverses slowly but incompletely on stopping the drug. So that was about the first long-term complication, which is nephrotoxicity. അനീമിയ ഉണ്ടാവാം. അനീമിയ ഉണ്ടാവാനുള്ള കാരണം ഇറ്റ് ഇസ് ഡ്യൂ ടു ബോൺ മാരോ സപ്രഷൻ. CNS ടോക്സിസിറ്റി ഉണ്ടാവാം whenever you give the medication as an intrathecal injection. CSF ഫ്ലൂയിഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന കേസസിലാണ് CNS കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത്. It is characterized by headache, vomiting and nerve palsy. Coming to the uses of the drug, it is a drug of choice in all life-threatening mycotic infections like invasive